അല്ല അങ്ങനെയല്ലല്ലോ. പിന്നെ എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നെ ഞാൻ പിന്നെ ഓരോ പ്രതികരണങ്ങൾക്ക് ഞാനിങ്ങനെ പ്രതികരിക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒന്ന്, അത് വളരെ വ്യക്തമായി എനിക്കൊന്ന് കൽപ്പറ്റ നാരായണൻ മാഷൊക്കെ ഇന്നലെ അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളുകൾ അവരതിനനുസരിച്ച് നിലപാടെടുക്കും. പക്ഷേ അത് പൊതുവായ കേരളത്തിൻ്റെ എഴുത്തുകാരുടെ സാഹിത്യകാരന്മാരുടെ അഭിപ്രായമാണ് എന്ന് പറയാൻ അവർക്കെന്ത് അർഹതയുള്ളത്? അവരുടെ അഭിപ്രായം അവർ പറയട്ടെ. ഒരു വലിയ സമൂഹമല്ലേ എഴുത്തുകാരെന്ന് പറഞ്ഞാൽ. എഴുത്തുകാരുടെ പിന്നെ ഒരു വലിയ സമൂഹമാണ് കേരളത്തിൽ. അവരിലൊരു ചെറിയ വിഭാഗം, 2-3 ആളുകൾ, ഇടതുപക്ഷം പിന്നെ ആളുകൾ കാലങ്ങളായിട്ട് ഇടതുപക്ഷത്തെ സഹായിക്കുന്ന, അതിന് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തിറങ്ങുന്ന, ഇടതുപക്ഷം ചെയ്താൽ ചെയ്യുന്ന മറ്റു കാര്യങ്ങളെയൊക്കെ മിണ്ടാതിരിക്കുന്ന, അല്ലെങ്കിൽ എന്നും ഇടതുപക്ഷത്തിൻ്റെ ഒരു ജിഹയായി പ്രവർത്തിക്കുന്ന, അവർക്കും കേരളത്തിലെ മുഴുവൻ എഴുത്തുകാരുടെ കാര്യം അഭിപ്രായമായിട്ട് പറയാൻ അവർക്ക് യാതൊരു അർഹതയില്ല. അതിലത്രയേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനല്ല പറയേണ്ടത്, എഴുത്തുകാരനെ പറഞ്ഞിട്ടുണ്ട്. കൽപ്പറ്റ നാരായണ മാഷൊക്കെ ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അല്ല, എഴുത്തുകാരുടെ പല അഭിപ്രായം ഉണ്ടാവില്ലേ? സ്വാഭാവികമല്ലേ. അതിലെന്താ ഉള്ളത്? എഴുത്തുകാരുടെ പല അഭിപ്രായങ്ങൾ ഉണ്ടാവും. അതിൽ 1-2 പേർക്ക് ഇടതുപക്ഷത്തെ സഹായിക്കുന്നവരുണ്ടാവും. പക്ഷെ ഭൂരിപക്ഷം ആളുകൾ തിരിച്ചഭിപ്രായമുള്ളവരാണ്. അതിലത്രയും